നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. എന്താണ് ക്ഷേത്രം? ക്ഷയാത്രായതേ ഇതി ക്ഷേത്രം. അതായത് ക്ഷയത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. ശരിയായി ഉപാസന ചെയ്യുന്ന മനുഷ്യനെ ക്ഷേത്രം ക്ഷയത്തിൽ നിന്നും രക്ഷിക്കുന്നു. അപ്പോൾ ചോദിക്കാം, എന്താണ് ക്ഷയം എന്ന്? ക്ഷയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓരോ വ്യക്തിതലത്തിനനുസരിച്ചും മാറിയിരിക്കും. ഉദാഹരണത്തിന്, നിത്യജീവിത നിർവഹണത്തിന് തന്നെ കഷ്ടപ്പെടുന്ന ഒരു ദരിദ്രനെ സംബന്ധിച്ച് ക്ഷയം തൻ്റെ ഭൗതികമായ പരാധീനതയാകാം. കഠിനമായ രോഗത്താലോ മറ്റു ദുഃഖങ്ങളാലോ ക്ലേശിക്കുന്നവർക്ക് ആ ദുഃഖം തന്നെ ആവാം ക്ഷയം. ഈ വക ദുഃഖാത്മകങ്ങളായ ക്ഷയങ്ങളിൽ നിന്നൊക്കെ അതത് ഭക്തനെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം. ഭാരമെടുത്ത് നടന്ന് ക്ഷീണിച്ച് വിവശനായ വ്യക്തിക്ക് തൻ്റെ ചുമടൊന്ന് ഇറക്കി വെച്ച് അല്പം സമാശ്വസിക്കാനുള്ള അത്താണിയും തണ്ണീർപ്പന്തലും പോലെ ജീവിതഭാര ക്ലേശങ്ങൾ എടുത്ത് തളർന്നവർക്ക് തൻ്റെ ഇഷ്ടദേവതയിൽ സകല ഭാരങ്ങളും ഇറക്കി വെച്ച് സമാശ്വസിക്കാനുള്ള സ്ഥാനമാണ് ക്ഷേത്രങ്ങൾ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ പ്രാപ്തേ സന്നിഹിതേ മരണേ പ്രാപ്തേ സന്നിഹിതേ മരണേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജ് കരണേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജ് കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യ കൃതികളിൽ ഏറെ പ്രസിദ്ധവും ജനകീയവുമാണ് ഭജഗോവിന്ദം. ഓരോ മാനവ ജന്മത്തിനും ഭക്തി, കർമ്മം, ജ്ഞാനം എന്നിവയിലൂടെ പാരമാർത്ഥിക തലത്തെ എങ്ങനെ നൽകാം എന്ന് വിശദീകരിക്കുന്ന ദാർശനിക സ്തോത്രങ്ങൾ അടങ്ങിയ ഭജഗോവിന്ദം കൃതിയെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു
ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദങ്ങളുടെ കൃതികളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ചില സ്തോത്രകൃതികൾ ശ്രദ്ധിച്ചു. തുടർന്ന് നമുക്ക് വിവിധ സ്തോത്രങ്ങൾ പഠിക്കാം. അതിനിടയ്ക്ക് ചില ലഘു പ്രകരണങ്ങളും ഉൾപ്പെടുത്താം. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളെക്കുറിച്ചൊരു സാമാന്യ പരിചയം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എങ്കിലും പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളാണ് പരമ പ്രാമാണികങ്ങളായിട്ട് വരുന്നത്. ഭാഷ്യങ്ങൾക്കനന്തരം വേദാന്ത തത്വോപദേശപരങ്ങളായ പ്രകരണങ്ങൾ വരുന്നു. അനന്തരം സ്തോത്ര സാഹിത്യം വരുന്നു. ഇവ മൂന്നും ചേർന്നാണ് വിപുലമായ ശങ്കര സാഹിത്യമാകുന്നത്. അതിൽ പല തലങ്ങളിൽ വിവിധ ദേവീദേവന്മാരെ സംബന്ധിക്കുന്ന സ്തോത്രങ്ങളുണ്ടെന്ന് നാം ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ പല തലങ്ങളിൽ വേദാന്തത്തിൻ്റെ പ്രക്രിയകളെ പരിചയപ്പെടുത്തുന്ന പ്രകരണങ്ങൾ വിവിധങ്ങളായിട്ടുണ്ട്. വെറും ഒരു ശ്ലോകം മാത്രമുള്ള ഏകശ്ലോകി പ്രകരണം മുതൽ 1006 ശ്ലോകങ്ങളിൽ വിഭക്തമായ അല്ലെങ്കിൽ വിപുലമായ സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം വരെ അനേക പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ലോകപ്രസിദ്ധമായ പ്രചരിതമായ ഒരു കൃതിയാണ് ഭജഗോവിന്ദം എന്നറിയപ്പെടുന്നത്. വളരെ പ്രചരിതമായതുകൊണ്ട് തന്നെ ഇതിൽ പാഠഭേദങ്ങൾ കൂടുതലുണ്ട്, ക്രമഭേദങ്ങളുണ്ട്. പല പ്രസിദ്ധീകരണശാലകളും അച്ചടിച്ചതിൽ പല ക്രമങ്ങളാണ് കാണുന്നത്. അതുപോലെ പാഠഭേദങ്ങൾ ധാരാളമുണ്ട്, ചെറിയ ചെറിയ പാഠഭേദങ്ങൾ. ലോകപ്രചരിതമാകുമ്പോൾ അത് സ്വാഭാവികമാണ്. ലോകത്തിലൊരു കൃതി എത്ര പ്രചരിതമാണോ, എത്ര സാമാന്യ ജനങ്ങൾക്കിടയ്ക്ക് പ്രചരിതമാണോ, അത്രയും പാഠഭേദങ്ങൾ കൂടുതലുണ്ടാവും. അതേവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭജഗോവിന്ദം എന്നറിയപ്പെടുന്ന കൃതിയിൽ ധാരാളം പാഠഭേദങ്ങളുണ്ട്. വാസ്തവത്തിൽ ഈ കൃതി 2 ഭാഗങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ഒന്ന് ദ്വാദശമഞ്ജരിക എന്ന് പറയുന്ന ഭാഗം, 2 ചർപ്പടമഞ്ജരിക അല്ലെങ്കിൽ ചതുർദശമഞ്ജരിക എന്ന് പറയുന്ന ഭാഗം. ദ്വാദശമഞ്ജരിക എന്ന് പറഞ്ഞാൽ മഞ്ജരിക എന്ന ശബ്ദത്തിന് പൂക്കൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ബൊക്കെ, പൂച്ചെണ്ട് എന്നുള്ളതാണ്. ഇപ്പം 12 ശ്ലോകങ്ങൾ അടങ്ങുന്ന 12 പുഷ്പങ്ങൾ, ശ്ലോക പുഷ്പങ്ങൾ അടങ്ങുന്ന ഒരു പൂച്ചെണ്ട്, ഒരു ബൊക്കെയാണ് ദ്വാദശമഞ്ജരിക. പേരങ്ങനെയാണെങ്കിലും അതിൽ 15 ശ്ലോകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി 2 കൃതികളിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഭജഗോവിന്ദം എന്നാരംഭിക്കുന്ന ശ്ലോകം മാറ്റിവെച്ചാൽ തന്നെ 14 ശ്ലോകങ്ങളുണ്ട്. ഇപ്പോൾ ദ്വാദശം 12 എന്നാണ് പേരെങ്കിലും 14-15 ശ്ലോകങ്ങളുണ്ട്. അതുപോലെ തന്നെ ചതുർദശമഞ്ജരിക എന്ന പേര് 14 ശ്ലോകങ്ങൾ അടങ്ങുന്നതാണല്ലോ. അതിലും ഭജഗോവിന്ദം എന്നുള്ളത് മാറ്റിവെച്ചാൽ പോലും 18 ശ്ലോകങ്ങളുണ്ട്. മൊത്തം ഭജഗോവിന്ദം അടക്കം 19 ശ്ലോകങ്ങൾ. അങ്ങനെ മൊത്തം
15, 19 എന്നീ വിധം ശ്ലോകങ്ങളാണ് ഈ രണ്ട് കൃതികളിലുള്ളത്. രണ്ടും ചേർത്തിട്ടാണ് ലോകസാമാന്യമായി ഭജഗോവിന്ദം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ആദ്യ ഭാഗം, അതായത് ദ്വാദശ മഞ്ജരിക എന്ന ഭാഗമാണ് ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതെന്നും തുടർന്നുള്ള ചതുർദശ മഞ്ജരിക അല്ലെങ്കിൽ ചർപ്പട മഞ്ജരിക എന്നത് ശിഷ്യന്മാരെഴുതിയതാണെന്നും ചില ഉദന്തങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാമാണികമായി നമുക്കത് സമർത്ഥിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ലോകപ്രചരിതമായ രീതിയിൽ ശാങ്കരകൃതികളിൽ ഉൾപ്പെടുത്തി പറയുന്നത് കൊണ്ട്, ശാങ്കരകൃതികളിൽ ഉൾപ്പെടുത്തി പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കൃതിയെ മൊത്തത്തിലാണ് എടുക്കുന്നത്, ശാങ്കരകൃതിയായിട്ട് തന്നെ. വളരെ പ്രസിദ്ധമാണ്. ഇതിലെ പല ശ്ലോകങ്ങളും ഭാരതരത്നം എം.എസ്. സുബ്ബലക്ഷ്മിയുടെയും അതുപോലെ പത്മവിഭൂഷൺ ഡോക്ടർ കെ.ജെ. യേശുദാസിൻ്റെയും ഒക്കെ ശബ്ദത്തിൽ വളരെ പ്രചരിതങ്ങളാണ് ഈ കൃതിയിലെ പല ശ്ലോകങ്ങളും. സാമാന്യമായ ഒരു അർത്ഥചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കൃതിക്ക് ദ്വാദശ മഞ്ജരിക, ചതുർദശ മഞ്ജരിക എന്നൊക്കെയാണ് പേരെന്ന് പറഞ്ഞു. എങ്കിലും ലോകസാമാന്യമായി ഭജഗോവിന്ദം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നാണ് ആരംഭിക്കുന്നത്. രണ്ട് മഞ്ജരികകളിലും ആരംഭത്തിൽ ആ ശ്ലോകം കാണുന്നുമുണ്ട്. അപ്പോൾ ഭജഗോവിന്ദം എന്ന ശബ്ദത്തോടുകൂടി ആരംഭിക്കുന്നതായതുകൊണ്ട് ഈ കൃതിക്ക് തന്നെ ഭജഗോവിന്ദം എന്നാണ് പേര്. ഭജ എന്ന് പറഞ്ഞാൽ നീ ഭജിക്കൂ എന്നർത്ഥം. നേരിട്ടൊരാളോട് പറയുമ്പോഴാണ് ഭജ എന്ന് പറയുക. ഭജ, നീ ഭജിക്കൂ, നീ ഭജിക്കൂ. ആരെ ഭജിക്കൂ? ഗോവിന്ദം, ഗോവിന്ദനെ ഭജിക്കൂ. അപ്പോൾ ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ എന്ന് ആവർത്തിച്ച് ഉപദേശിക്കുന്ന ഒരു കൃതിയായതുകൊണ്ട് ഈ കൃതിക്ക് തന്നെ ഭജഗോവിന്ദം എന്നുള്ള പേര് പ്രസിദ്ധമായി. നമുക്ക് യഥാക്രമം ദ്വാദശ മഞ്ജരികയിലേക്കും ചതുർദശ മഞ്ജരികയിലേക്കും പ്രവേശിക്കാം. അടുത്ത പ്രാവശ്യം ആവട്ടെ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മശാസ്താവേ